നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം എന്താണ് ഇന്ന്? മുട്ടയാണ് സ്പെഷ്യൽ. മുട്ട ഓംലെറ്റ് മതി. ഒരു കുറച്ച് സമയം വരെയൊക്കെ നിൽക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ കഴിക്കാം വിശക്കുകയാണെങ്കിൽ. ഇവിടെ കേരളത്തിലൊക്കെ ആയതുകൊണ്ടാണ് രാവിലെ പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും കടലയും ദോശ ഇഡ്ഡലി ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റും അരിയും ഗോതമ്പുകൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനും എല്ലാവർക്കും താല്പര്യമാണ്, കഴിക്കുന്നത്. ഗൾഫിലൊക്കെ ഞങ്ങളായിരുന്നപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മുട്ട ഓംലെറ്റ്, ബ്രെഡ്, ജാം അല്ലെങ്കിൽ ബ്രെഡും ചീസും, മുട്ട, അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പാൽപ്പഴം ഡാനിഷ് ഡയറിയൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പാൽപ്പൊടി കിട്ടും. 1 ഗ്ലാസ് പാൽപ്പൊടി കൊണ്ട് തന്നെ പാലുണ്ടാക്കി എല്ലാവരും കഴിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ബ്രെഡ്, ജാം, മുട്ട ഇതൊക്കെ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ആരും കഴിക്കത്തുമില്ല, ഉണ്ടാക്കത്തുമില്ല. അതിനുള്ള സൗകര്യങ്ങളില്ല. രാവിലെ 8 മണിക്ക് എല്ലാവർക്കും ഓഫീസിലെത്തണം. കുഞ്ഞുങ്ങൾക്ക് 7-7:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം. അപ്പം ഈ രീതിയിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാം. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലോ. അപ്പം ശരി. മുട്ട ഓംലെറ്റ് ഫ്രൈയിങ് പാനോട് കൂടി തന്നെ മേശപ്പുറത്ത് കൊണ്ടുവന്നു. ഒരു നല്ല സ്റ്റീലിൻ്റെ റിങ് ഇട്ടിട്ടുണ്ട്. മേശപ്പുറമൊന്നും ജസ്റ്റ് കുഴപ്പമുണ്ടാകത്തില്ല. അപ്പം ജസ്റ്റ് ചെറിയ പ്ലേറ്റാണ് എടുത്തത്. അപ്പം നമുക്ക് ഇത് കഴിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തിങ്കളാഴ്ച രാവിലെയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. മറ്റൊന്നുമല്ല, മുട്ട ഓംലെറ്റാണ്. നമ്മുടെ പേളിയുമാണ് ഈ ദിവസവും കഴിക്കുന്ന ഓംലെറ്റ്. ഇതൊന്നും ഇങ്ങനെ യൂട്യൂബിൽ വൈറലായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ പാല് ചേർത്തില്ല. മുട്ട, 2 മുട്ട, സവാള, തക്കാളി, പച്ചമുളക്, ഉപ്പ്, ഒരു നുള്ളു കുരുമുളക് പൊടി, 1 നുള്ളു മുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാല് ചേർത്താൽ പിന്നെ തിരിച്ചിടാനൊക്കത്തില്ല, അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് പാല് ചേർക്കാതെ ബാക്കി ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതിന് വലിയൊരു ഫ്രൈയിങ് പാനിലോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഓംലെറ്റിന് മുട്ട ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മല്ലിയില അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് ഫ്രൈയിങ് പാനിലോട്ട് ഒഴിക്കാം. എണ്ണ തേച്ചിട്ടിലേക്ക് ചൂടാക്കുകയാണ്. ഒന്ന് ഹൈ ഫയറിൽ വെക്കാം. ഒന്ന് വേകട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ മുറിച്ച് വടക്കാം. ഈ ബട്ടറിലുണ്ടാക്കിയാൽ ഏറ്റവും ടേസ്റ്റാണ്. ബട്ടർ ചേർക്കുന്നില്ല. എണ്ണ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അല്പം സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിക്കാം. തിരിച്ചിടുമ്പോൾ അത് ശരിക്കും മൂത്ത് വരാനാണ്. നമുക്ക് ഇത് ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കാം. എല്ലാം നമ്മുടെ ദൂരത്തുണ്ട്. ഹൈ ഫയറിലാണ്ട് മുട്ട വേഗം ഒക്കെ വെന്തു. ഇനി നമുക്ക് ലോ ഫയർ ആക്കാം. ഇതിനെ നമുക്കൊരു 4ആയിട്ട് മുറിക്കാം. അപ്പോൾ വേഗം തിരിച്ചിടാം. നാലഞ്ചായിട്ടൊക്കെ മുറിച്ച് ഇട്ടു. ഇത് മുട്ട പൊരിക്കുന്നത് പോലെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. ഒരു ഫ്ലഫി ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് മതിയാകും. നമുക്ക് ഇത് ഓഫ് ചെയ്യാം.